പെട്ടി പെട്ടി കേന്ദ്രത്തിന്റെ ബജറ്റ് പെട്ടി പെട്ടി തുറന്നപ്പം ആമ ചാടി. ആമ കിട്ടിയോടാ നിങ്ങൾക്ക്? ആമ കിട്ടിയോ? തവളെ വേണോ? ഇവിടുന്ന് പോയ ഒരു സുരേഷ് ഗോപിജി എന്ത് ചോദിച്ചാലും ആമ ആമാന്ന് കേന്ദ്രത്തോട് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ആമ കൊടുത്തത്. അതെ, എല്ലാത്തിനും ആമ 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 എന്ന് പറഞ്ഞു. ലാസ്റ്റ് കുറെ അമ്മയ്ക്ക് വേണ്ടിട്ട് എന്തൊക്കെയാണോ കൊടുത്തത്? അത് പിന്നെ കടലാമകളുടെ സംരക്ഷണം പിന്നെ നോക്കണ്ടേ? കടലാമകളെ നോക്കിക്കൊണ്ടിരുന്നോ? നമ്മുടെ എയിംസ് എവിടെ? എയിംസ് എവിടെ? മറ്റേ മോനെ മറ്റേ അല്ലല്ല എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എയിംസ് എവിടെ? ഞങ്ങളോട് കടുത്ത അവഗണന. മറ്റേ അതിവേഗ റെയിൽ എവിടെ? അതിവേഗ റെയിൽ എവിടെ? ഇനി എന്തൊക്കെയുണ്ട്? ഇതൊക്കെ എവിടെ? എവിടെ പോയി? ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇവിടെ ആരും ഒന്നും തരുന്നില്ല. കേരളം കേന്ദ്രത്തിലുള്ളതല്ല, കേരളം ഇന്ത്യയിലുള്ളതല്ലേ? അമേരിക്കയിലുള്ളതാണോ കേരളം? ഇവരെ വിചാരം എന്തോന്ന്? കുറെ കാലം ഈ അവഗണന ഞങ്ങൾ സഹിക്കുന്നു. ഇനി ഞങ്ങൾ സഹിക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ കരിദിനം ആചരിക്കും. എനിക്ക് തോന്നുന്നു നിർമ്മല സീതാരാമൻ ജിക്ക് തെറ്റുപറ്റിയതായിരിക്കും. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ പിണു എപ്പോഴും കേരളം വേറെ രാജ്യം ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും കിട്ടാതെ. എന്നാലും ഒരു ഊറ്റമായിട്ട് എടുക്കുകയാണോ? അല്ല, ഒരു ഒഴിവുകേടായിട്ട് എടുത്തുകൊണ്ട് അവഗണിക്കുകയാണോ? ഈ അവഗണന ഞങ്ങൾ സഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇത് ഇലക്ഷന് ഞങ്ങൾ മറുപടി തരും. ഓർത്തോ, BJP നമുക്കൊന്നും തന്നിട്ടില്ല. ഒന്നും തരുന്നില്ല. പക്ഷേ വാരിക്കോരി തന്നു. ആരാ? LDF വാരിക്കോരി കൊടുത്തു. കേരള ബജറ്റ് കേന്ദ്ര ബജറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യം പറയാ കേരള ബജറ്റ് നോക്കണം നീയൊക്കെ അങ്ങോട്ടെന്ന്. അതന്നെ ബാലഗോപാല് 2 മണിക്കൂർ എത്രയോ മിനിറ്റ് നിന്നങ്ങ് പ്രസംഗിക്കായിരുന്നില്ലേ? കൊടുക്കണ്ടല്ലോ, വാഗ്ദാനം മാത്രം പോരെ. പിന്നെ അടുത്ത വർഷം ഞങ്ങളല്ലേ ഇത് കൊടുക്കേണ്ടത്? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ തന്നെയാണോ വരുന്നതെന്ന്? ഞങ്ങൾ തന്നെ വരുന്നത്. കേന്ദ്രം അവഗണിക്കുന്നു, കേരളത്തെ അവഗണിക്കുന്നു, ഈ അവഗണന ആരോഗ്യരംഗത്തെ അവഗണിക്കുന്നു. കേരളത്തിന്റെ വളർച്ചയിൽ ഭയങ്കര അസൂയ. പണ്ട് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ അപ്പുറത്തെ തമിഴ്നാട് വരെ ഹെലികോപ്റ്റർ വന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കാതെ പോയ മനുഷ്യനാണ് അമിത്ഷാ. ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളുടെ ചങ്കീന്നൊന്നും പോയിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് പറക്കുന്നില്ലായിരുന്നു, ഇങ്ങോട്ട് വന്നില്ല, ഇങ്ങോട്ട് നോക്കിയില്ല. അവിടെ തമിഴ്നാട് വരെ വന്നിട്ട് ഹെലികോപ്റ്റർ തിരിച്ചങ്ങ് പോയി. ഇത് കേരളത്തില് പ്രളയമില്ലേ? കേരളത്തിലെ ജനങ്ങള് BJPക്ക് കുത്താത്തതാണോ നിങ്ങളെ പ്രശ്നം? അതും പറഞ്ഞ് ഈ രാഷ്ട്രീയം നോക്കി നിങ്ങൾ ഞങ്ങളുടെ ഈ വികസനം തടസ്സപ്പെടുത്തിയാ ഞങ്ങൾ എവിടെ പോയി ഉണ്ടാക്കും? എന്തുണ്ടാക്കും? അത് ഞങ്ങൾ എന്തുണ്ടാക്കും? ഞങ്ങൾക്ക് തരേണ്ടതൊക്കെ ഞങ്ങൾ അർഹിക്കുന്നത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതെ, കൊടങ്ങോട്ട് അതുകൂടെ മേടിച്ച് ഞങ്ങൾ പുട്ടടിക്കട്ടെ. കൊടങ്ങോട്ട് കൊണ്ട് എന്തോന്ന് വാങ്ങി ഞങ്ങൾ പുട്ടടിച്ചു പറ. ഇവിടെ ഞങ്ങൾ കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? അതെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കണം. കേന്ദ്ര ബജറ്റ് കണ്ടിട്ട് എനിക്ക് എന്നെ പുച്ഛം തോന്നിപ്പോയി. ഇതൊക്കെ ഒരു ബജറ്റ് ആണോ ഇത്? എന്തൊക്കെയായിരുന്നു എത്ര കാലം കൊണ്ട് കേൾക്കുന്നത്? എയിംസ് വരും, ഇന്ന് തരും, നാളെ തരും, തൃശ്ശൂർ വേണോ, ആലപ്പുഴ വേണോ, പാലക്കാട് വേണോ, കോഴിക്കോട് വേണോ എന്നൊക്കെ ചോദിച്ചോണ്ട് എന്ത് ബഹളമായിരുന്നു. എന്നിട്ട് അതിലൊക്കെ നമുക്ക് കോമഡി അതല്ല, മറ്റേതാണ്ട് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നത് കാണാൻ കാത്തിരിക്കുന്ന പോലായിരുന്നു. മാരാർജി ഭവനിൽ BJP നേതാക്കളെല്ലാം കൂടെ കസേര ഇട്ടിരിപ്പായിരുന്നു. നിങ്ങൾ വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തോ വാങ്ങി തന്നു? മലർജി ഭവനിൽ കയറി ഇരിക്കുകയാണ്. ഞാൻ പറയട്ടെ, കമ്മി അങ്ങോട്ട് മാറിയില്ല. എന്നിട്ട് എന്റെ മാനവരെ എന്താണ് ഇവര് കാണിച്ചു കൂട്ടിയത്? ഒന്നുമില്ല. എയിംസ് എനിക്കാണ് ആ സുരേഷ് ഗോപി കണ്ട വേദിയിലെല്ലാം കയറി ഇറങ്ങി ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാ എയിംസ് കൊണ്ടുവരും, എന്റെ കാലത്ത് തന്നെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ബഹളം. എന്നിട്ട് എയിംസ് വന്നോ? ഇല്ല. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് ഒരു വേദി കയറിയുന്നുണ്ട്, മറ്റേ മോനെ എയിംസ് വരും എന്ന് വീണ്ടും ഡയലോഗ് അടി. എന്നിട്ട് എന്തായി? മറ്റേ മോളും ഇല്ല, കാണാനേ ഇല്ല. എന്നിട്ടിപ്പോ സുരേഷ് ഗോപിനെ. എന്നിട്ടോ രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര മോശമായി പോയി. രാജീവ് ചന്ദ്രശേഖർ, നിങ്ങളുടെ നിലപാടുകളോട് എനിക്ക് പുച്ഛം തോന്നുന്നു, പരമ പുച്ഛം തോന്നുന്നു. സർക്കാർ ഭൂമി കൊടുക്കാത്തത് കൊണ്ടാണ് എയിംസ് വരാത്തത്. ഞങ്ങൾ കൊടുത്തില്ല. സ്ഥലം കണ്ടെത്തി തരാമെന്ന് സർക്കാർ തന്നെ കേന്ദ്രത്തിന് കത്തയച്ചതാ. ആ മറുപടി കിട്ടിയതിന് ശേഷം കേന്ദ്രം കേരളത്തിനോട്ട് കത്തയച്ചതിന്റെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ തെളിവ് സഹിതം പുറത്തു വന്നിട്ട് നിങ്ങൾ പറയുക നമ്മൾ ഭൂമി ഒന്നുമില്ല. ഇമ്മാതിരി ഊച്ചാളിത്തരങ്ങൾ കാണിക്കാൻ പാടുണ്ടോ? തെറ്റാണ്. വർഷങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യമാണ് എയിംസ്. അതിനായിട്ട് കിനാലൂരിൽ സ്ഥലം അനുവദിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾ സ്ഥലം കൊടുത്തില്ല പോലും. എന്നിട്ടോ അങ്ങനെ ഇപ്പൊ മറ്റേ പിണറായി ചോദിക്കുന്ന കേരളയിലൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, ഞങ്ങൾ അതിവേഗ റെയിൽ തരാന്ന് പറഞ്ഞിട്ട് എനിക്ക്
എന്ത് എവിടെ ആ ഈ മറ്റേ മെട്രോമാൻ അവിടെ പാലക്കാട് ഒരു ഓഫീസും തുറന്നു വെച്ചോണ്ട് മലപ്പുറത്ത് തുറന്നു. മലപ്പുറത്തല്ലേ പൊന്നാനിയിൽ തുറന്നു വെച്ചോണ്ടിരിക്കണേ. എന്ത് ചെയ്യാനോ ഇവിടെ രാഷ്ട്രീയം നോക്കാതെ കേരളത്തിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന കുറെ പേരുണ്ട്. അവരുടെ മുഖത്ത് കൂടിയാണ് നിങ്ങൾ അടിച്ചത് കേട്ടോ. അത്രയ്ക്ക് അങ്ങ് രോഷം കൊള്ളണോ? ഞങ്ങൾക്ക് രോഷമുണ്ട്. ഇത് എന്താണെന്നറിയാമോ? അതായത് കേന്ദ്ര ബജറ്റിനെ വലിച്ചു കീറുന്ന ഒരു ബജറ്റ് ഇവർ ആദ്യം അങ്ങ് പുറപ്പെടുവിച്ചായിരുന്നു. അതിന്റെ ഒരു ഹുങ്കിലാണ് നിൽക്കുന്നത്. വാഗ്ദാനങ്ങളാണെന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. എന്റെ സുഹൃത്തുക്കളെ, ഞങ്ങൾ അടുത്ത വർഷം ഞാൻ ചോദിക്കട്ടെ ഇറങ്ങിപ്പോവാൻ നേരത്തെ തൂത്തുവാരി പെറുക്കി എല്ലാവർക്കും എല്ലാ മേഖലയിലും വാരിക്കോരി ഒരു കൊടുപ്പ്. അത് ഞങ്ങൾ അടുത്ത് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് നിങ്ങൾ വരണോ വേണ്ടേ എന്നുള്ളത്. ശരിയായി. സംസ്ഥാന ബജറ്റിനെ കുറിച്ച് എനിക്ക് അല്ലറ ചില്ലറ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അല്ലെ ഈ 10 കൊല്ലം നിങ്ങൾ ഇത്ര വാരിക്കോരി കൊടുത്തില്ലല്ലോ. എത്രയോ ബജറ്റുകൾ കടന്നുപോയി, എന്നിട്ട് വാരിക്കോരി കൊടുത്തില്ലല്ലോ. ആശാ വർക്കർമാര് നിരന്തര സമരം നടത്തിയപ്പോൾ നിങ്ങൾ 1 രൂപ കൂട്ടിക്കൊടുക്കാൻ തയ്യാറായായിരുന്നോ? ഇല്ലല്ലോ. അവസാനം ബജറ്റിനകത്ത് വീണ്ടും 1000 രൂപ അവർക്ക് കൂട്ടിക്കൊടുക്കുന്നു. അന്ന് സമരം നടത്തിയപ്പോൾ 1000 കൊടുത്തു. ഇന്ന് വീണ്ടും ബജറ്റിനകത്ത് 1000 പ്രഖ്യാപിക്കുന്നു. അങ്കണവാടി ജീവനക്കാർക്കും 1000 രൂപ കൊടുക്കുന്നു. മറന്നുപോലെ ഇപ്പോഴാകുമ്പോ എല്ലാവരും ഓർമ്മ. അതെ അതെ അതെ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ബജറ്റ് അവതരണം കേരളത്തിൽ ചർച്ചയാകണം, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. അന്നത്തെ ചർച്ച, അന്തിച്ചർച്ചയും ഉച്ചക്കത്തെ ചർച്ചയും രാവിലത്തെ ചർച്ചയും എല്ലാ നേരത്തെയും ചർച്ച അത് മാത്രമായിരിക്കണം എന്നുള്ളത് കൊണ്ട് ശബരിമലയിലെ ഒരു അറസ്റ്റ് വരെ അവർ വൈകിപ്പിച്ചു. PS പ്രശാന്തിന് കേട്ടോ. മനസ്സിലായില്ലേ? അതായത് വാരിക്കോരി വാഗ്ദാനങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ബജറ്റ് കേരളം 10 വർഷം നിങ്ങൾ ഇരുന്നല്ലോ. ഇതിനു മുമ്പ് എന്താ ഇങ്ങനെ ഒരു ബജറ്റ് കൊടുക്കാഞ്ഞത്? മോദി സർക്കാർ 15 വർഷമായിട്ട് നമുക്ക് നിങ്ങളുടെ ബജറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ബജറ്റിനെ കുറിച്ച് പറയുന്നത് 2 ഉടായിപ്പാണെന്ന് നമുക്കറിയാം. വിചാരം കേരളം വേറെ ഏതോ രാജ്യമാണെന്നാണ്. നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? വേറെ ഏതോ രാജ്യമാണെന്ന്. ഗവേഷണം ഞങ്ങൾക്ക് കേന്ദ്രം സംരക്ഷണത്തിന്റെ മറവിൽ നിങ്ങൾ ഇവിടുത്തെ ധാതുക്കൾ ഊറ്റിക്കൊണ്ട് പോകാനാണോ എന്നൊരു സംശയം നമുക്കുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംശയം നമുക്ക് ഇല്ലാതില്ല. നിങ്ങളല്ല കേന്ദ്രം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും തള്ളുകയാണ് സുഹൃത്തുക്കളെ. എല്ലാത്തിനും കാരണക്കാരൻ സുരേഷ് ഗോപിയാ. നിർമ്മല സീതാരാമൻ എന്ത് ചോദിച്ചപ്പോഴും ആമാന്ന് പറഞ്ഞത് കൊണ്ട് ആമാന്ന് മാത്രമേ അറിയാവൂ മനുഷ്യന്. നോക്കൂ, സുരേഷ് ഗോപിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ആമയായത് കുഴപ്പമില്ല. വല്ല തവള സംരക്ഷണ കേന്ദ്രത്തിന് വല്ല ആയിരുന്നെങ്കിൽ കേരളത്തിന് തവള സംരക്ഷണ കേന്ദ്രത്തിന് മറ്റേ തേങ്ങയുടെ മറ്റേ ഇതിനും കൊടുത്തിട്ടുണ്ടല്ലേ? കുറച്ച് കടലാമയും കുറച്ച് തേങ്ങയും കൊണ്ട് നമുക്ക് കേരളത്തിന് തിന്നാലോ, പൊട്ടടിക്കാലോ. എടോ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരനിരകൾ ആടും അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ തേങ്ങയില്ല. ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്നാണ് വാങ്ങുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. നിർത്തു. അത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കുന്നത് കണ്ടിട്ടായിരിക്കും അവർ നമ്മുടെ തെങ്ങ് സംരക്ഷണത്തിന് തന്നത്. എന്തൊരു കഷ്ടം ആശാനെ. നമുക്കൊന്നും അപ്പൊ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് തേങ്ങയാണോ കിട്ടിയത്? നമുക്ക് തേങ്ങയും കുറെ കടലാമ. പക്ഷെ കടലാമ പ്രവർത്തകർക്ക് അത് ഇരും കൈ നീട്ടി സ്വീകരിച്ചോട്ടെ, അവർക്ക് കോളടിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എയിംസ് ഇല്ല, നമുക്ക് ഇടനാഴി ഇല്ല, നമുക്ക് നമ്മൾ വലിയ വികസനമായിരുന്നു. അതെ, നമ്മൾ വലിയൊരു വികസനം പ്രതീക്ഷിച്ചു. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ, അവർ നമുക്ക് തന്നില്ല. ഇനി അടുത്ത സർക്കാർ എന്നാലും എനിക്കതല്ല ആശാനെ. എനിക്കാണെങ്കിൽ കോമഡി ആയിട്ട് തോന്നി എന്താണെന്നറിയാമോ? ഒരു മറ്റേ കേരളത്തിൽ ഒരു കോർപ്പറേഷൻ തന്നെ പിടിച്ചു കൊടുത്തിട്ടും കേന്ദ്രത്തിൽ നിന്ന് ആമ ആ VVR ഒക്കെ എങ്ങനെ പുറത്തിറങ്ങും? VV രാജേഷിന്റെ കാണാനേ ഇല്ലെന്ന് പുറത്തിറങ്ങുന്നില്ല. ബജറ്റ് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുന്നില്ല. ഇതിന് മറുപടി പറയണം. BJP മേയർ മറുപടി പറയണം. ഈ സംസ്ഥാനത്തെ ആദ്യത്തെ BJP മേയർ ഇതിന് മറുപടി പറയണം. എവിടെ ഞങ്ങൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ എവിടെ? നിങ്ങൾ എന്തിന് ഞങ്ങളോട് ഈ അവഗണന കാണിക്കുന്നു? ഉറപ്പുണ്ടേ? ഇവിടെ ഒരു മുഖ്യനുള്ളത് എല്ലാ ബജറ്റിലും പറയുന്നത് ഇവിടെ ഡച്ച് മാതൃക, മറ്റേ ന്യൂയോർക്ക് മാതൃക ഒക്കെ കൊണ്ടുവരുമെന്നാ. കേന്ദ്രത്തിൽ നിന്ന് പറയുന്നതോ ഇവിടെ മറ്റേ എന്തുന്നാ മികച്ച എന്തൊക്കെയോ ആക്കുമെന്ന്. എന്നിട്ട് നമുക്ക് തേങ്ങ തന്നു പറ്റിക്കുന്നു. കുറെ കാലമായിട്ട് കേന്ദ്രവും നമുക്ക് തേങ്ങ തരുന്നു, കേരളവും നമുക്ക് തേങ്ങ തരുന്നു. ഇതിന് മാത്രം സംസ്ഥാനങ്ങൾക്ക് കാണുമ്പോ കൊതിയാവുന്നു. നമ്മൾ വായും തുറന്ന് ഇങ്ങനെ ഒരു പാത്രം വെച്ചോണ്ട് നിൽക്കുന്നു. നമ്മൾ എന്തോന്ന് കേരളത്തിന് എന്തോന്ന് നിങ്ങൾ 2 സീറ്റ് വാങ്ങിയതാണോ? ഇന്ത്യയിലുള്ളതല്ലേ കേരളം? അല്ലേ മാനവരെ? നമ്മളെ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? ചോദിക്കാൻ കൊണ്ട് പോയി 2ാം ഘട്ടത്തിലുള്ളതാണോ? 15 വർഷമായിട്ട് നിങ്ങൾ ഓർക്കണം, പരശുരാമ മഴ എറിഞ്ഞപ്പോ ഉണ്ടായതാണ് കേരളം. ആ പുരാണം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 15 വർഷം ഇവിടെ മോദി സർക്കാർ എന്നിട്ട് കേരളത്തിന് എന്ത് തന്നു പറ? 10 വർഷം നിങ്ങൾ ഭരിച്ചിട്ട്
ബാക്കി എന്തുണ്ട് ഇവിടെ അതിദാരിദ്ര്യം മുക്തമാക്കി നമ്മൾ കേരളത്തെ മാറ്റിയിട്ടുണ്ട്. അവസാനം പറയാൻ ഞങ്ങൾക്ക് അന്തസ്സായിട്ട് പറയാൻ ഒന്നെങ്കിലും ഉണ്ട് കേട്ടോ. നിർത്തും ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വരുന്നത്, അതായത് നിങ്ങൾ വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയല്ലോ, എവിടെ നിർത്തിട്ട് കൊടുക്കും? അതന്നെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അടുത്ത വർഷം വന്നിട്ട് എവിടെ നിർത്തിട്ട് തരും? തായ്ക്കണ്ടിയിലെ തേങ്ങ വിറ്റിട്ടെടുക്കുവോ? അതോ കമലയുടെ പെൻഷൻ കൊണ്ട് ഈ പദ്ധതികളെല്ലാം നിങ്ങൾ നടപ്പിലാക്കുമോ? ആ കടലാമ്മയുടെ സോറി, ഞങ്ങൾ എതിർത്തൊന്നും പറയാൻ പാടില്ല. അത് പിന്നെ അച്ഛനെ നമ്മൾ എല്ലാം നന്നായിട്ട് തന്നെ അല്ല പറ നിങ്ങൾ എവിടെ നിർത്തിട്ട് തരും? ഖജനാവ് കീറിയിരിക്കുവോ? നിങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എവിടെന്ന് ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ വിശ്വാസമോ? നിങ്ങൾ വിശ്വാസം ഉണ്ടാക്കിയെന്നോ? ഉണ്ടാക്കി. നിങ്ങൾ ഉണ്ടാക്കി മാനക്കേടും നാണക്കേടും. LDF വന്നു, 10 വർഷം കൊണ്ട് ഞങ്ങൾ എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. ഇനി അടുത്ത 5 വർഷം നിങ്ങൾ കാണാൻ പോകുന്നത് ശരിയാക്കലിന്റെ നേതാക്കന്മാരെല്ലാം നല്ല വീർത്തിട്ടുണ്ട്. പുതിയ PR വാചകം വന്നില്ല, എത്തിയില്ലല്ലേ? വരുമ്പോ തുടങ്ങും. മാത്രമല്ലുള്ളത് കേന്ദ്ര ബജറ്റ് സാധാരണക്കാരായ നിങ്ങളുടെ ബജറ്റിനെ കുറിച്ച് പറ. എവിടെ എടുത്തിട്ട് കൊടുക്കും? ഇതിനെല്ലാം നിങ്ങൾ തുക എവിടുന്ന് വകയിരുത്തും? ഡിഗ്രി വരെയുള്ള ഇവരുടെ മറ്റേ സംസ്ഥാന ബജറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാ. അതായത് ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കും അല്ലേട്ടോ? എന്താ ലക്ഷ്യം? കുട്ടികളെ പുറത്തോട്ട് വിടരുത്. അല്ലല്ല, കുട്ടികളെ പുറത്തേക്ക് വിടുന്നത് മാത്രമല്ല, ഈ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ വയസ്സ് എത്രയാ? 20. വോട്ട് ചെയ്യാൻ പ്രാപ്തരാകുന്ന കുട്ടികൾ, അതെ, അതായത് വിദ്യാർത്ഥികൾ. വോട്ടൊന്നും ചോർന്നു പോകരുത്. പിന്നെ യൗവനക്കാരെ നമുക്ക് ഇവിടെ തന്നെ നിർത്തണ്ടേ? അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യണ്ടേ? ചെയ്താലും കുറ്റം, ചെയ്തില്ലേലും കുറ്റം. അതാണ്ട് കിടക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു PR ബജറ്റ് ആയിരുന്നു ഇവർ അവതരിപ്പിച്ചത്. പിന്നെ അവര് നടത്തുന്നത് എല്ലാരും അയ്യോ, അവിടുന്ന് നമുക്കൊന്നും കിട്ടില്ല എന്നറിയാം. കാര്യം എന്താണെന്നറിയാമോ? അതായത് ഇത്രയും വലിയ ദുരന്തം നടന്ന വയനാടിന് നയാ പൈസ കൊടുക്കാത്ത കേന്ദ്രം ബജറ്റിൽ എന്തെങ്കിലും തരുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ മാനവരെ? അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു തേങ്ങയെ അവിടുന്ന് കിട്ടുമെന്ന്. അതെ, മനസ്സിലായില്ലേ? കേരളത്തിലെ BJP-ക്കാർ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ്, ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ. നമ്മൾ സ്ഥലം കൊടുത്തില്ല പോലും, അതാണ് അവര് പറയുന്നത്. അമ്മാതിരി മറ്റേ കള്ളം പ്രചരിപ്പിക്കരുത് നിങ്ങൾ കേട്ടോ. അമ്മാതിരി കള്ളം പ്രചരിപ്പിക്കരുത്. എത്ര സ്ഥലം വേണം? എന്റെ വീടിന്റെ പുറകെ ഉണ്ട്. ഏതാ കുളവോ? തായ്ക്കണ്ടിയിലെ കുറച്ച് സ്ഥലം കൊടുക്കാൻ പറ. അവിടെ തൊഴുത്ത് സ്ഥലമില്ല, ഞങ്ങള് വേറെ സ്ഥലം കിനാലൂരില്. അതെ, ഇത് സുരേഷ് ഗോപി ഞങ്ങളുടെ മന്ത്രിയെ ആ മറ്റേ മോനെന്ന് പറഞ്ഞില്ലേ, അതിന് ദൈവം സ്പോട്ടിൽ കൊടുത്തതാണ്. അപ്പൊ അതായത് എന്താണെന്നറിയാമോ? കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടാത്തത് ഇവർക്ക് മറ്റേ എന്തെന്നായിരുന്നു പറഞ്ഞത്, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് പോലെ. അതായത് BJP അടിക്കാൻ ഒരു വടി കിട്ടിയതായിട്ട് ഇപ്പം ഉപയോഗിക്കുക, കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടാഞ്ഞത്. ഞങ്ങൾ കേരളത്തിന്റെ വികസനം. പിന്നൊരു കാര്യമുണ്ട്, നോക്കിയിരുന്നതായിരുന്നു. പിന്നൊരു കാര്യം ഉണ്ടായിരുന്നു, കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന നോക്കിയിരിക്കുകയായിരുന്നു, അതുകൂടെ പുട്ടടിച്ച് നക്കാനായിട്ട്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ മറ്റൊരു കാര്യം അറിഞ്ഞായിരുന്നോ? ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന കറണ്ട് ചാർജ് ബില്ലിന്റെ താഴെ ഒരു വാചകം ഉണ്ടായിരിക്കും, 10 വർഷം ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത, പവർ കട്ട് ഇല്ലാത്ത സംസ്ഥാനം. സത്യല്ലേ? ബില്ലിൽ വരെ ഇവർ PR വർക്ക് നടത്താൻ പോകുന്നു. ബില്ലിൽ വരെ PR വർക്ക്. അത് അത്തരം വാചകം ഒന്നും നിങ്ങൾ അതിന്റെ അകത്ത് എഴുതി പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മറ്റേ KSEB എന്നൊക്കെ പറയുന്നത് തായ്ക്കണ്ടിയിലെ കുടുംബവകയൊന്നുമല്ല, നിങ്ങൾക്ക് തോന്നുന്നത് അതിനകത്ത് എഴുതി പിടിപ്പിക്കാനായിട്ട്. സർക്കാർ ആരായിരുന്നു? ഞങ്ങൾ ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ സമയത്ത് എത്ര ദിവസം വീട്ടിൽ കറണ്ട് പോയിട്ട് പറ. ഞങ്ങൾ വലിച്ചപ്പോ എത്ര ദിവസം നിങ്ങളെ വീട്ടിൽ കറണ്ട് പോയി രാത്രി പറ. എടോ, എന്നും വെച്ചോണ്ട് നിങ്ങൾ VIP-യുടെ വില കൂടി ഒരു ജെട്ടി മേടിച്ചാൽ നിങ്ങൾ മുണ്ട് പൊക്കി പിടിച്ചോ നടക്കുവോ? ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ പറയണ്ടേ? അവരുള്ളിലേക്ക് കേറണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്ത് കഷ്ടം എടാ പറ, നിങ്ങൾ മറ്റേ VIP-യുടെ ഒരു ജെട്ടി മേടിച്ചിട്ടാ നിങ്ങൾ മുണ്ടും പൊക്കി നടക്കുവോ? നാട്ടുകാരെ നോക്കൂ സുഹൃത്തുക്കളെ, ഇവർ മുണ്ട് പൊക്കി ജെട്ടി കാണിക്കും. നോക്കൂ, ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നെഞ്ചു വിരിച്ച് പറയും. നെഞ്ചൊരു മറ്റേ പ്രത്യേക ആക്ഷൻ, അത് മനസ്സിലായില്ല. പവർ കട്ട് ഇല്ലാത്ത 10 വർഷങ്ങൾ. അത് കറണ്ട് ചാർജ് ബില്ലിനകത്ത് എഴുതി വെക്കുന്ന എന്തിനാണോ? അത് പിന്നെ അവർക്ക് അതിന്റെ കൂടെ ചേർത്ത് നിങ്ങൾ ഞങ്ങൾക്ക് മറ്റേ കറണ്ട് ചാർജ് ബില്ല് വരുമ്പോ ഷോക്ക് അടിപ്പിക്കുന്നില്ലേ?
ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞത് അറമ്പാക്ക് അറം പറ്റും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. അതെ, പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ മൂലമറ്റത്തോന്ന് ഇവര് നേരിട്ട് അങ്ങ് കൊണ്ടുവരുവാ. അതെ, അതൊരു നിങ്ങളുടെ മൂലമറ്റത്തോന്നും അല്ലോണോ ഒരു ലാക്കുണ്ട്, ലാക്ക് കേട്ടോ. ലാക്കല്ല നാക്ക്. ഒരു നാക്കുണ്ട്. ആ നാക്കിലൂടെയാണ് 10 വർഷം ഞങ്ങളുടെ പവർ കട്ടില്ലാതെ ഞങ്ങളിവിടെ ഭരിച്ചത്. അത് പിന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ, ഞങ്ങൾ അത് എടുത്ത് പറയണ്ടേ. അതിദാരിദ്ര്യം മുക്തമാക്കി കേരളത്തെ ഞങ്ങൾ മാറ്റിയില്ലേ. അതിദാരിദ്ര്യമുള്ള ആരുണ്ട് ഇവിടെ? എല്ലാവർക്കും റേഷൻ കാർഡ്, നിങ്ങളുടെ നേതാക്കന്മാർക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞോണ്ട് ഞങ്ങളുടെ നിങ്ങൾ അതിദാരിദ്ര്യ മുക്തം പ്രഖ്യാപിച്ചതിന് ശേഷം ചില വീടുകളുടെ, ചില മനുഷ്യന്മാരുടെ റിപ്പോർട്ടുകൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടായിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടാത്ത കുറെ മനുഷ്യർ, അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തായാലും പറയാനുണ്ടായിരുന്നോ? അതുകൊണ്ട് ഇമാതിരി ഗിമ്മിക്കൊക്കെ അങ്ങ് മടക്കി പോക്കറ്റ് വെച്ചേക്കണം കേട്ടോ. കേട്ടോ കേട്ടോ. അയ്യോ, 10 വർഷം ലോഡ് ഷെഡിങ്ങിന്റെ കണക്കും പറഞ്ഞുകൊണ്ട് വരുന്നു. ഞങ്ങളുടെ നേട്ടങ്ങൾ അതെന്തിനാണ് കറണ്ട് ചാർജ് ബില്ലിനകത്ത് എഴുതി വെക്കുന്നത്? കറണ്ട് ഞങ്ങൾ ചിലപ്പോ കറണ്ടിന് നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേ 10 വർഷമില്ലാത്ത പവർ കട്ട് ഇല്ലാത്ത 10 വർഷം കേൾപ്പിക്കുന്ന രീതിയിൽ VIP ജെട്ടിയാണ് ഇത്. ആ, നാളെ ഇവരുടെ ആർഷോ വരെ ജെട്ടിയിട്ട് പൊക്കി കാണിക്കും. ഒലക്കയുടെ മൂടി. ഒലക്കയുടെ മൂട്.